നമസ്കാരം. സുനിത കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. മോളും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വിളമ്പി ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു സമയം എല്ലാവരും കൂടെ ഞാൻ പറഞ്ഞില്ല ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് സംസാരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന നേരത്തെ വീഡിയോ എടുത്ത് ആ ഒരു ഇത് കളയണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഭവങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചതൊന്നും എടുക്കാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വലുതായിട്ടൊന്നുമില്ല. ഏത്തപ്പഴം പുഴുങ്ങുന്നുണ്ട്, മുട്ടയും പുഴുങ്ങി, അതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതേ അപ്പച്ചെമ്പിലോട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇനി ഏത്തപ്പഴമാണ് കേട്ടോ അടുത്ത് തട്ട് വെച്ചിട്ട് ഏത്തപ്പഴമാണ് കേട്ടോ ഞാൻ പുഴുങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വലിയ രീതിയിൽ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്താ ഏത്തപ്പഴം വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യും പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അടച്ച് വെച്ചിട്ട് അപ്പോൾ ഏത്തപ്പഴം കൂടെ വെന്തിട്ടുണ്ട്, മുട്ടയും വെന്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് പുറത്തെടുത്ത് മുട്ട തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വലിയ വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കരുത്. പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം പുട്ടൊക്കെ റെഡിയായിട്ട് നമ്മളിതാ കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പഴവും മുട്ടയും ഗോതമ്പ് പുട്ട് അങ്ങനെ ഞാൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ ആവശ്യമുള്ളവർ കഴിക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. താങ്ക് യു.